ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ക്രിസ്മസ് കളക്ഷൻസ് തന്നെയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് എല്ലാ വീഡിയോയിലും അത് ഉണ്ടാവും. ഇടയിൽ വേറെ വീഡിയോസും കൂടെ ചെയ്യുന്നുണ്ട്. കാണാൻ എല്ലാ കളേഴ്സും കാണിക്കണമല്ലോ. അപ്പൊ നമ്മൾ ഗ്രീനാണ് കുറെ കാണിക്കാത്ത, ഗ്രീനിന്റെ കുറെ റെഡി ആവുന്നുണ്ട്. അപ്പം ഇത് റെഡ് കളർ, റെഡ് എന്ന് പറയാൻ പറ്റില്ല, മെറൂൺ ആട്ടോ, കരിഞ്ഞ മെറൂൺ, റെഡിഷ് മെറൂണിലോട്ട് ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കിലോട്ട് ഫുള്ളി വർക്ക് വന്നേക്കുന്നതാണ്. ഈ കാണുന്ന ഡിസൈൻ അല്ല, അപ്പൊ ഇതിനെ ഏത് ആംഗിൾ വെച്ച് പിടിച്ചിട്ടും അതിന്റെ എക്സാക്റ്റ് ബ്യൂട്ടി കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോ ഇങ്ങനെ എന്താ പറയാ, ഞാൻ ശരിക്കും ഒന്നുകൂടെ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. ഈ കാണുന്ന എല്ലാം ഈ ത്രെഡ് കൊണ്ടുള്ള എംബ്രോയിഡറി ചെയ്തിട്ട് അതിനകത്ത് കട്ട് ബീഡ്സ് വെച്ചിട്ട് വർക്ക് ചെയ്തേക്കുന്ന ആ ഒരു ഫാബ്രിക് ആണ് വരുന്നത്. ഇത് നമ്മള് നല്ല സ്റ്റൈലായിട്ട് ഒരു പലാസോ സെറ്റ്, ഒരു കോട്ട് സെറ്റ് ആയിട്ടാണ് ക്രിസ്മസിന് ചെയ്തേക്കുന്നത്. അപ്പോൾ ക്രിസ്മസിന് നല്ല നമുക്ക് എല്ലാ ഫംഗ്ഷൻസിനും മെറൂണും റെഡൊക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ഇത് ഓവർ ചുമപ്പല്ല, അതുകൊണ്ട് റെഡിഷ് മെറൂൺ ആണ് കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നത് റെഡിഷ് മെറൂൺ നല്ല അടിപൊളി കളറാണ്. അത് മാത്രമല്ല ലിമിറ്റഡ് മെറ്റീരിയൽ നമ്മുടെ അടുത്തുള്ളൂ. അപ്പൊ കുറച്ച് ക്വാണ്ടിറ്റിയെ ചെയ്യുള്ളൂ. ഇത് പലാസോ ടോപ്പ് ഒരു കോട്ട് സെറ്റ് ആയിട്ട് നല്ല, ഞാനിപ്പം ഈ സ്ട്രെയിറ്റ് വി ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ നല്ല ഒതുങ്ങി തോന്നും. എത്ര വണ്ണമുള്ളവർക്കാണെങ്കിലും സ്ട്രെയിറ്റ് വി നല്ല ഒതുക്കം തോന്നും. അപ്പൊ അതുകൊണ്ട് സെന്ററിൽ ഒരു സ്ലിറ്റ് ഒക്കെ വെച്ച് ഒരു കട്ടിങ് വെച്ചിട്ട് അതിനകത്തോട്ട് സോഫ്റ്റ് ബോൾസ് വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന സോഫ്റ്റ് ബോൾസ് ഈ മെറൂൺ തന്നെയാണ്, റെഡിഷ് മെറൂൺ ആണ്. കുറച്ചും കൂടെ ഒരു ഗോൾഡൻ കളർ വെച്ചാൽ കുറച്ചും കൂടെ വിസിബിൾ ആവുമെന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ സോഫ്റ്റ് ബോൾസിന്റെ കളർ നമുക്ക് ഗോൾഡനോ വൈറ്റോ ആക്കാം. കണ്ടോ, ഈ ഒരു ത്രെഡിന്റെ കളർ വേണമെങ്കിൽ ആക്കാം. അത് ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഒരു പലാസോ ബോട്ടം ഇതിന്റെ ഒപ്പം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ക്രേപ്പും കൊണ്ടുള്ള ഒരു പലാസോ ബോട്ടം സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിൽ കുറച്ച് ഈ മെറ്റീരിയൽ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ ബാക്ക് വേണമെങ്കിൽ പ്ലെയിൻ ആയിട്ട് ചെയ്യാന്ന് വെച്ചു. അപ്പൊ നമുക്കത് കറക്റ്റ് മാച്ച് അങ്ങോട്ട് കിട്ടുന്നുണ്ട്. ചെറിയ എന്തായാലും ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക്കും ജോർജറ്റും നമ്മുടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അതങ്ങനെ വെച്ചപ്പോൾ അത്രയും മാച്ച് ആയിട്ട് തോന്നില്ല. എന്നാലും കുഴപ്പമില്ല. ഇനി അങ്ങനെ ചെയ്യണം എന്നുള്ളവർക്ക് ബാക്ക് പ്ലെയിൻ ആയിട്ടും ചെയ്തു തരാം. ഇതുപോലെ ഫ്രണ്ടിലോട്ട് ഈ ഒരു വർക്ക് വെച്ചിട്ട് ഞാൻ ക്ലോസ് ആയിട്ട് ഇതിന്റെ വർക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ചെറിയ കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ്. കണ്ടോ, ഇതാ ഇതിനകത്തോട്ട് ചെറിയ ബീഡ്സ് വെച്ചിട്ട് അതിനകത്തോട്ട് സീക്വൻസും ചെറിയ എന്താ പറയുക കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ത്രെഡാണ് കേട്ടോ, ത്രെഡ് കൊണ്ടുള്ളൊരു വർക്കാണ്. ഓൾ ഓവർ അതാണ് ചെയ്തേക്കുന്നത്. സോഫ്റ്റ് ബോൾസ് ഉണ്ട് ഓൾ ഓവർ എൻഡ് വരയ്ക്കും നമ്മൾ ആ സോഫ്റ്റ് ബോൾസും വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. ഇതാണ് അതിന്റെ ക്ലോസ് ആയിട്ടുള്ള ലുക്ക് വരുന്നത്. അപ്പൊ ഞാൻ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അതെല്ലാം ഓരോന്നായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പം 48-49 ലെങ്ത്തും കൊടുക്കുന്നുണ്ട്. ലെങ്ത്തും കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഇത് അധികം ഡിലേ ഇല്ലാണ്ട് നമ്മൾ ഒരു 15 വർക്കിംഗ് ഡേയ്സിൽ നമ്മൾ ഡെസ്പാച്ച് ചെയ്യും. അപ്പൊ അടിപൊളിയാണ് കേട്ടോ, മിസ് ചെയ്താലും. അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ് കേട്ടോ. ബുക്ക് ചെയ്തിട്ട് 15 ഡേയ്സിൽ നമ്മൾ വർക്കിംഗ് ഡേയ്സിൽ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.